ഹായ് കൂട്ടുകാരെ, പല മതവിശ്വാസികളും പറയാറുണ്ട്, ഊർജം ഉണ്ടാകുന്നതുമില്ല, ഇല്ലാതാകുന്നതുമില്ല, അത് എന്നും നിലനിൽക്കുന്ന ഒന്നാണ്. ദൈവവും അങ്ങനെ തന്നെ, തുടക്കവും ഒടുക്കവും ഇല്ലാതെ എന്നും നിലനിൽക്കുന്നു. അതിനാൽ ഊർജത്തിന്റെ ഈ സ്വഭാവം വെച്ച് തന്നെ ദൈവമുണ്ട് എന്ന് പറയാം. ദൈവത്തിന്റെ ശാസ്ത്രീയ തെളിവായി ഊർജത്തെ കാണാം. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആർക്കും ശരിയാണല്ലോ എന്ന് തോന്നും. പക്ഷേ ശാസ്ത്രം ഊർജത്തിന്റെ കാര്യത്തിൽ എന്താണ് പറയിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ഇത് ഒരു കപട ശാസ്ത്രവാദം മാത്രമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് നോക്കാം, ശാസ്ത്രം ഊർജത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന്. ശാസ്ത്രം പറയുന്നത് ഊർജം എന്തിനേയും പ്രവർത്തിപ്പിക്കാനുള്ള കഴിവാണ് എന്ന്. നമുക്ക് നടക്കാൻ, സംസാരിക്കാൻ, സൂര്യൻ പ്രകാശിക്കാൻ എല്ലാത്തിനും ഊർജം വേണം. ഇത് അളക്കാവുന്ന ഒന്നാണ്. അതുകൊണ്ട് ഊർജം ഒരു ഭൗതിക അളവാണ്, ദൈവികതയല്ല. ദൈവികമായ ഒന്നല്ല. ഊർജത്തെക്കുറിച്ചുള്ള ശാസ്ത്രത്തിന്റെ പ്രധാന നിയമം ഊർജ സംരക്ഷണ നിയമം. അതായത് ഊർജത്തെ ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനോ പറ്റില്ല. അതിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാൻ മാത്രമേ കഴിയൂ. ഇതാണ് നമ്മൾ എല്ലാവരും സ്കൂളിൽ പഠിച്ചതും. പക്ഷേ അത് വെച്ച് ദൈവം എന്നാൽ ഊർജമാണ് എന്ന് പറയുന്നത് പാടെ തെറ്റായ കപട ശാസ്ത്രവാദം മാത്രമാണ്. കാരണം ശാസ്ത്രം പറയുന്നത് ഊർജം എന്നും നിലനിൽക്കുന്ന ഒന്നാണ് എന്നതാണ്, ഊർജം ബോധമുള്ള ഒരു വ്യക്തിത്വമാണ് എന്നല്ല. അപ്പോൾ മതവാദികൾ ചോദിക്കും, അപ്പോൾ ഊർജത്തിന് തുടക്കമുണ്ടോ? ക്വാണ്ടം ചലനങ്ങൾ പോലുള്ള ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ ഊർജം മഹാവികസ്ഫോടന സിദ്ധാന്തത്തിന് മുമ്പേ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. നമുക്ക് ആ വാദം ശാസ്ത്രീയമായി തന്നെ നോക്കാം. ശാസ്ത്രം പറയുന്നത് നമ്മുടെ പ്രപഞ്ചം ഏകദേശം 13 ബില്യൺ 80 കോടി വർഷങ്ങൾക്ക് മുമ്പ് മഹാവികസ്ഫോടന സിദ്ധാന്തം എന്ന സംഭവത്തിൽ നിന്നാണ് ആരംഭിച്ചത്. മഹാവികസ്ഫോടന സിദ്ധാന്തം അഥവാ ആ പൊട്ടിത്തെറിയിൽ സ്ഥലവും സമയവും ദ്രവ്യവും ഊർജവും എല്ലാം ഒരുമിച്ച് രൂപപ്പെട്ടു. അതിനാൽ അതിനു മുമ്പ് ഊർജം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നത് തന്നെ ശാസ്ത്രീയമായി തെറ്റാണ്. കാരണം മുമ്പ് എന്ന വാക്കിന് അർത്ഥം തന്നെ മഹാവികസ്ഫോടന സിദ്ധാന്തത്തിന് മുമ്പില്ലായിരുന്നു. പക്ഷേ ചില ശാസ്ത്രീയ പഠനങ്ങൾ ഇതിന് വിരുദ്ധമായി ഉണ്ട് എന്നത് ശരിയാണ്. അവ പറയുന്നത് ശൂന്യമായിട്ടുണ്ടെന്ന് തോന്നുന്ന സ്ഥലത്തുപോലും ഊർജമുണ്ട് എന്നാണ്. ഇത് ക്വാണ്ടം ചലനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്, ശൂന്യസ്ഥലത്തുപോലും ചെറുതും നിമിഷനേരം മാത്രം നിലനിൽക്കുന്ന ഊർജമുണ്ടാകും. അവിടെ ചെറിയ കണങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുകയും ഉടനില്ലാതാകുകയും ചെയ്യുന്നു. ഇത് ഹൈസൻബർഗ് അനിശ്ചിതത്വ നിയമം കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതായത് പൂർണ്ണമായ ശൂന്യമായ സ്ഥലം പോലും പൂർണ്ണമായ ശൂന്യമല്ല. അവിടെയുള്ള ഈ ചെറിയ ഊർജമാറ്റങ്ങൾ തന്നെയാണ് പ്രപഞ്ചത്തിന്റെ തുടക്കത്തിലേക്കുള്ള ശാസ്ത്രീയ സൂചനകൾ. നമ്മൾ പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഊർജമുണ്ട്. പക്ഷേ അതെല്ലാം ഒരേ തരത്തിലുള്ള ഊർജമല്ല. രണ്ട് പ്രധാന തരം ഊർജങ്ങളുണ്ട്, പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി. പോസിറ്റീവ് എനർജി എന്നത് ദ്രവ്യത്തിന്റെയും വെളിച്ചത്തിന്റെയും ഊർജമാണ്. സൂര്യന്റെ ചൂട്, നക്ഷത്രങ്ങളുടെ വെളിച്ചം, നമ്മുടെ ശരീരത്തിലെ ചലനം, ഭക്ഷണത്തിലുള്ള ശക്തി, ഇവ എല്ലാം പോസിറ്റീവ് എനർജി. പക്ഷേ അതിന്റെ വിരുദ്ധമായി മറ്റൊരു ഊർജ്ജരൂപമുണ്ട്, അത് ഗുരുത്വാകർഷണ ഊർജം. ഇത് നെഗറ്റീവ് എനർജി. നെഗറ്റീവ് എനർജി മനസ്സിലാക്കാൻ ഒരു ലളിതമായ ഉദാഹരണം, നിങ്ങൾ ഒരു പന്ത് നിലത്ത് നിന്ന് മുകളിലേക്ക് എറിയുന്നു എന്ന് കരുതൂ. പന്ത് മുകളിലേക്ക് പോകുന്ന ശക്തി നിങ്ങൾ കൊടുക്കുന്നത്, അത് പോസിറ്റീവ് എനർജി. അതേസമയം പന്തിനെ താഴേക്ക് വലിക്കുന്ന ബലം, അത് ഗുരുത്വാകർഷണം. ഇത് നെഗറ്റീവ് എനർജി. പന്ത് മുകളിലേക്ക് പോകുന്നത്രയും പോസിറ്റീവ് എനർജി ഉയരും. പന്ത് തിരിച്ചുവന്ന് നിലത്ത് പതിക്കുമ്പോൾ നെഗറ്റീവ് എനർജിയും വീണ്ടും ചലന ഊർജമാകും. ഇങ്ങനെ രണ്ട് എനർജികളും തുല്യത പാലിക്കുന്നു. ഇത് ചെറിയ ഒരു പന്തിൽ നടക്കുന്ന കാര്യമല്ല, അതുപോലെ തന്നെ പ്രപഞ്ചത്തിലും നടക്കുന്ന ഒന്നാണ്. പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും ആകാശഗംഗകൾക്കും എല്ലായിടത്തും പോസിറ്റീവ് എനർജിയുണ്ട്. പക്ഷേ അവ തമ്മിൽ വലിച്ചിടുന്ന ഗുരുത്വാകർഷണം നെഗറ്റീവ് എനർജി തന്നെയാണ്. അതിനാൽ പ്രപഞ്ചത്തിന്റെ ആകെ കണക്കെടുത്തു നോക്കുമ്പോൾ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും പരസ്പരം തുല്യമായിരിക്കും. ഇതുകൊണ്ട് ശാസ്ത്രജ്ഞർ പറയുന്നത് പ്രപഞ്ചത്തിലെ മൊത്തം ഊർജം 0 എന്നാണ്. ഒരു ഭാഗത്ത് പോസിറ്റീവ് മൂല്യം, മറ്റേ ഭാഗത്ത് നെഗറ്റീവ് മൂല്യം, ഇവ കൂട്ടിച്ചേർത്താൽ ഫലം 0. അതിനാൽ പ്രപഞ്ചത്തിന് സ്വയം നിലനിൽക്കാൻ കഴിയും. പുറത്തുനിന്ന് ഒരു ശക്തിയും ആവശ്യമില്ല. സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞിട്ടുണ്ട്, ഗുരുത്വാകർഷണം പോലൊരു നിയമം ഉള്ളതിനാൽ പ്രപഞ്ചം ഒന്നുമില്ലാത്തതിൽ നിന്ന് തന്നെ രൂപപ്പെടാൻ കഴിയും. അതിനർത്ഥം പ്രപഞ്ചത്തിന്റെ തുടക്കവും നിലനിൽപ്പും അത്ഭുതമല്ല, അത് പ്രകൃതി നിയമം മാത്രമാണ്. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ പ്രപഞ്ചം അതിന്റെ തന്നെ നിയമങ്ങൾ കൊണ്ടാണ് നിലനിൽക്കുന്നത്. പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും തമ്മിൽ തുല്യമായതിനാൽ മൊത്തത്തിൽ 0 തന്നെ. അതിനാൽ പ്രപഞ്ചം സ്വയം നിലനിൽക്കുന്ന സംവിധാനമാണ്. അതിനെ നിലനിർത്താൻ പുറത്തു നിന്ന് ഇടപെടേണ്ട ആരുമില്ല. ഊർജം എപ്പോഴും ഉണ്ട്, പക്ഷേ അതിനെ ദൈവമായി കാണുന്നത് തെറ്റാണ്. ശാസ്ത്രം അതിനെ ദൈവികമാക്കുന്നില്ല. പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും തമ്മിലുള്ള തുല്യാണ് പ്രപഞ്ചം നിലനിൽക്കാൻ കാരണം. ഊർജം ദൈവമല്ല, ദൈവത്തിന്റെ തെളിവും അല്ല. ഒറ്റവാക്കിൽ പ്രപഞ്ചം അതിന്റെ സ്വന്തം നിയമങ്ങൾ കൊണ്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. മൊത്തം ഊർജം 0 ആയതിനാൽ പുറത്തു നിന്ന് ഒരു ദൈവിക ഇടപെടലും വേണ്ട. ഊർജം ഒരു ഭൗതിക ഘടകമാണ്. അതിന് ബോധമില്ല, ലക്ഷ്യമില്ല, വ്യക്തിത്വമില്ല. അത് പ്രകൃതി നിയമങ്ങൾ പാലിച്ച് പ്രവർത്തിക്കുന്നു. ദൈവം എന്ന മതവിശ്വാസം പറയുന്നത് ബോധവുമുള്ള, ഉദ്ദേശവുമുള്ള അദൃശ്യ വ്യക്തിത്വം. ഇവ രണ്ടും തമ്മിൽ ഒരിക്കലും ചേരാനാവില്ല. ഊർജം ശാസ്ത്രീയ സത്യമാണ്. ദൈവം വിശ്വാസമാണ്.
ഊർജം ദൈവത്തിന്റെ തെളിവല്ല, അത് ശാസ്ത്രീയമായ ഒരു ഭൗതിക വസ്തുതയാണ്. മറ്റൊരു ശാസ്ത്രീയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കൂട്ടുകാരെ.